പുതിയ അതിഥിനെ പരിചയപ്പെടാം. ദേ ഫിഷിന്റെ പടം കാണിച്ചിട്ടുണ്ട്, ബർഗറിന്റെ പടം കാണിച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, വൈറ്റ് ലക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ രാവിലെ തന്നെ നമ്മുടെ പണികൾ ആരംഭിച്ചു. ഗ്രേസിന്റെ സ്കൂളിൽ വിടാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ലഞ്ചിന് ദോശയും കുട്ടി ദോശയും ചമ്മന്തിയാണ് ഗ്രേസിന് കൊടുത്തയക്കണേ. അപ്പോൾ ഇന്ന് ചോറൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അവള്. അപ്പം അതുകൊണ്ട് രക്ഷപ്പെട്ടു. കാരണം ഇന്നലെ 2 ദിവസമായിട്ട് ലേറ്റ് ആയിട്ടാണ് ഉറങ്ങണേ. കാരണം ഇനി ചേച്ചി ഞാനൊക്കെ പോകാൻ ഇനി 2 ദിവസം കൂടി ഉള്ളൂ. അപ്പം ഞങ്ങൾ രാത്രി എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ചീട്ട് കളിക്കും. പിള്ളേർ കിടത്തി ഉറക്കൂട്ടാ. അപ്പം അത് കാരണം ഉറക്കം ലേറ്റാണ്. അപ്പം ഞാനിനി കറിയൊക്കെ വെച്ച് വരുമ്പോൾ സമയം എടുക്കും. അപ്പോൾ അവൾക്ക് ദോശയും ചമ്മന്തിയും ഒക്കെ കൊടുത്തയക്കാം. പിന്നെ സ്റ്റീവിന് ചോറും കറിയൊക്കെ കൊടുത്തയക്കാന്ന് വിചാരിക്കണം. കാരണം സ്റ്റീവിന് സമയമുണ്ട്. നിനക്ക് ചോറും കറി വേണ്ടെന്നല്ല പറഞ്ഞു. നീ എന്തെങ്കിലും കറി ഉണ്ടാക്കും. എന്തെങ്കിലും കറി ഉണ്ടാക്കിക്കോളാം അമ്മ. സമയമുണ്ടല്ലോ സ്റ്റീവിന്. നിനക്ക് സമയമില്ല, ഇപ്പൊ ബസ് വരില്ലേ. എന്തെങ്കിലൊക്കെ ഉണ്ടാക്കൂടി ഞാൻ. എന്നിട്ട് അമ്മ മുട്ടയായിരിക്കും മെയിനായിട്ട്. മുട്ട നെയ്യൊക്കെ ഇട്ടിട്ട് ക്യാരറ്റ് മുട്ടയൊക്കെ ഇട്ടിട്ട് ചോറും കേടും കൊടുക്കും സ്റ്റീവിന്. നീ അത് ഇന്നലെ കഴിച്ചു. സ്റ്റീവിന് ഇന്ന് അതാ കൊടുത്തയക്കണേ. കാരണം നമ്മള് പീക്കിരി ദോശ ഇപ്പൊ നിനക്ക് ഇച്ചിരി അത്ര പീക്കിരി അല്ല, ഇപ്പൊ കഴിക്കാൻ ഇച്ചിരി കൂടി വലുപ്പമുള്ള ദോശയാണ്. ഇത് കരിഞ്ഞതല്ലടി, എന്റെ ഡാർക്ക് കളർ ആയതാ. കരിഞ്ഞിട്ടില്ല, അതാ വർത്താനത്തിന്റെ ഇടയിൽ അങ്ങനെ ആയതാ. അതമ്മ കഴിക്കാന്ന നിനക്ക് ഇപ്പൊ നീ ഇച്ചിരി വലുപ്പമുള്ള ദോശ കഴിക്ക്. സ്കൂളിലേക്ക് അമ്മ പീക്കിരി തരാം. ഇപ്പൊ ചീർപ്പൊക്കെ കൊണ്ടുപോയി. ഇപ്പൊ നീ ഈ ദോശ കഴിക്ക്. സ്കൂളിലേക്ക് അമ്മ അല്ല സ്കൂളിലേക്ക് അമ്മ ഇത് അമ്മ കഴിച്ചോളാം. ഇത് കരിഞ്ഞേക്കന്തല്ല, അത് മുരിഞ്ഞേക്കണ്ട ചെറുതായിട്ട്. അവളെപ്പോഴും പറയും അമ്മാമ്മേന്റെ ദോശയാണ് എനിക്കിഷ്ടം, അമ്മയുടെ ദോശയല്ല. മമ്മി മോളിന്ന് ഈടുകുപ്പിന്ന് മരിക്ക് പിടിച്ച് ഈടുകുപ്പി ആടാണ് കടന്ന്. മമ്മി നല്ല സൂപ്പറായിട്ട് ദോശ ഉണ്ടാക്കി ഇങ്ങനെ പരത്തി നെയ്യൊക്കെ ഇട്ട് അങ്ങനെ കൊടുക്കാറുണ്ട് അവർക്ക്. അപ്പൊ അമ്മാമ്മയുടെ ദോശയാണ് എനിക്കിഷ്ടം, അമ്മയുടെ ദോശയൊക്കെ ഉണ്ടാക്കാമെന്ന് പറയുള്ളൂ. എടുക്കതേ മുരിഞ്ഞിട്ടുണ്ട്. പാത്രം എടുക്ക്, വേറെ പാത്രം എടുക്ക്. തരാം. ഇപ്പൊ 2 ദോശ തരാം കേട്ടാ കഴിക്കാൻ. ഇപ്പൊ ഇത് കഴിക്ക്, ചൂടോടുകൂടി കഴിക്കുക. അപ്പോഴേക്കും അമ്മ സ്കൂളിലേക്ക് ഇത്രയും ഷേപ്പിൽ ഉണ്ടാക്കാം കേട്ടാ. ഓക്കെ, ചെറിയ ചെറിയ ദോശ. ഓക്കെ, ഇത് മാത്രാ ചെറുതാ ഒരെണ്ണ. ഇങ്ങനെ പല്ല് ഇളക്കണട്ടാ, പല്ല് ആടണുണ്ട്. അതായിട്ട് ഓറടച്ചിട്ട് എന്നിട്ട് വേഗം പോയിട്ട് വാ. അങ്ങനെ ഗ്രേസിന്റെ ഭക്ഷണം കഴിക്കലും പാക്കിങ് എല്ലാം കഴിഞ്ഞു. ചായ കൊണ്ടുവരുന്നത് ലേറ്റ് ആയിട്ടാണ്. എന്നിട്ടാ ഒരു മിനിറ്റ് പോലെ നോക്കാൻ പറ്റണല്ലോ. ഇതൊന്നും ഒഴിക്കട്ടെ ആദ്യം. കോൺസെൻട്രേഷൻ കിട്ടില്ല അമ്മക്ക്. അമ്മയുടെ ശ്രദ്ധ പോയ അപ്പൊക്കെ പുറത്ത് ചായ. എന്നിട്ടാ ഇത് നമ്മള് എന്നിട്ട് പായ വിരിച്ച് അങ്ങനത്തെ ഒരു അടിച്ചു വാരി ചൂല് വെച്ച് അമ്മൂമ്മ കിടന്നു. തത്തമ്മ വാലാട്ടി അങ്ങനെ എന്തോ സാധനമാണ്. അതിനെന്തോ ഞാൻ ഓർക്കണ്ട പണ്ട് പറഞ്ഞത്. ചേട്ടൻ ഓർക്കണ്ട അങ്ങനെയൊക്കെ. ഞാനത് ഓർമ്മകളൊന്നും ഇല്ല. അപ്പനോട് ചോദിച്ചു, അപ്പൊ ടാറ്റ. ഒന്നും ഇങ്ങോട്ട് നോക്കിട്ട് ടാറ്റ താടി. ബസ് അങ്ങോട്ട് പോയി. അപ്പൊ തന്നെ ഒരു ചക്കയും വീണു. ശരിക്കും വണ്ടി ബസ് വേണം എന്തായിരുന്നു ചക്ക. അപ്പം ഇന്ന്
ഡാഡിയുടെയും മമ്മിയുടെയും വെഡിങ് ആനിവേഴ്സറി ആണേ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പറയാനായിട്ട് വെയിറ്റ് ചെയ്യണം. വിളിച്ചോണ്ടിരിക്കുക, പക്ഷെ അവരെടുക്കണില്ല. എനിക്ക് തോന്നുന്നു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എവിടെ ബോയ്? എവിടെ ബോയോ? വെഡിങ് ആനിവേഴ്സറി ബോയ്. ഹാപ്പി ഹാപ്പി ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടു യു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടു യു. താങ്ക് യു. ഞാൻ കാണില്ല, എന്റെ തന്നെ കണ്ടോണ്ടിരിക്കായിരുന്നു. പിള്ളേര് പോയി. സ്റ്റീവ് പോയിട്ടില്ല. സ്റ്റീവ് നല്ല ഉറക്കത്തില്ല. കുറച്ച് കഴിഞ്ഞ് തിന്നിപ്പിക്കാന്ന് വിചാരിച്ചു. അവന് നല്ല ഉറങ്ങും. ഇപ്പൊ ലേറ്റ് ആയി. പുതിയ അതിഥിനെ പരിചയപ്പെടാം. നമ്മുടെ കിച്ചണിലേക്ക് ഒരു എയർ ഫ്രയർ എത്തിയിട്ടുണ്ട്. ലിച്ചേജി സർപ്രൈസ് ആയിട്ട് മേടിച്ചതാണ് കേട്ടാ, ബർത്ത്ഡേയുടെ അന്ന്. പിന്നെ നമ്മുടെ ബർത്ത്ഡേയുടെ ദിവസം കുറെ പേര് വിഷസ് ഒക്കെ അറിയിച്ചായിരുന്നു. അപ്പൊ ഇച്ചിരി ലേറ്റ് ആണ്. ഞാൻ എല്ലാവർക്കും താങ്ക് യു പറഞ്ഞതാണെങ്കിലും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പിന്നെ പറയാനുള്ളത്, യൂട്യൂബിൽ കുറെ പേര് പറഞ്ഞായിരുന്നു ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തില്ലല്ലോ, ആരും വന്നില്ലല്ലോ, പിന്നെന്താ ചേച്ചി കുക്ക് ചെയ്തില്ലല്ലോ, അങ്ങനെയൊക്കെ കുറേ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് വയ്യായിരുന്നു, നല്ല പനിയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഈ വർഷം തുടങ്ങി, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി തുടങ്ങി ഞങ്ങൾ കേക്ക് മുറിച്ചിട്ടില്ല. ഈ വർഷം തുടങ്ങി ഞങ്ങളുടെ പരിപാടികൾക്കൊന്നും കേക്ക് മുറിക്കേണ്ട എന്നുള്ള തീരുമാനം ഞങ്ങൾ രണ്ടുപേരും കൂടി എടുത്തിട്ടുണ്ടായി. അപ്പൊ സന്നിജാന്റെ ബർത്ത്ഡേ കഴിഞ്ഞ മാസം ഉണ്ടായി. അന്ന് ആരും ചോദിച്ചില്ലല്ലോ ഞാൻ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാത്തേന്ന്. ആരും ചോദിച്ചില്ല ചേട്ടാ, എന്റെ ബർത്ത്ഡേക്ക് മാത്രം ചോദിച്ചോളൂ എന്താ വീഡിയോന്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാം. ഞാൻ എന്റെ ഒരു റിയൽ ലൈഫിലായിരുന്ന വീഡിയോ ഇട്ടിരുന്നില്ല, ലക്ഷങ്ങളും കമന്റ് ബോക്സ് നിറച്ചിറങ്ങാൻ ബർത്ത്ഡേ ആഘോഷില്ല. വിശ്വാസം വന്നായിരുന്നു, പക്ഷെ എന്താണ് മുറിക്കാത്തതെന്ന് ആരും ചോദിച്ചില്ല. സാരില്ല ചേട്ടാ. അപ്പൊ അതാണ് എന്റെ റീസൺ. പണിക്കാരനാണല്ലോ. അതാണ് അതിന്റെ റീസൺ. ഞങ്ങള് വേണ്ടെന്ന് പറഞ്ഞു. ചേച്ചി ചോദിച്ചു ഞങ്ങൾ കേക്ക് മേടിച്ചിട്ട് ചേട്ടൻ മേടിക്കാൻ പോയതായിരുന്നു. ഞങ്ങള് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ്. അതാണ് അതിന്റെ സാഹചര്യം. പിന്നെന്ന് വെച്ചാ കുക്കിംഗ്, പിന്നെ എനിക്ക് സ്മെല്ല് ഉണ്ടായില്ല, ടേസ്റ്റ് ഉണ്ടായില്ല. സണ്ണിചേട്ടൻ കുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആണ് മീൻകറി വെച്ചേ. പിന്നെ മമ്മയാണെങ്കിൽ എന്നോട് രാവിലെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഫുഡ് ഒന്നും ഉണ്ടാക്കണ്ട, ഞങ്ങള് ബിരിയാണിയും ചിക്കനും ബീഫൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കണ്ട, എനിക്ക് ഒന്നാമതേ ടേസ്റ്റ് ഇല്ല. ആൾക്കാരാണ് എനിക്ക് അയ്യ ഇത് വീട്ടിലല്ലോ. അപ്പൊ ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് അത് വേറൊരു ദിവസമാവാം. എനിക്ക് ഈ ബർത്ത്ഡേയുടെ തന്നെ നല്ല ചൂടാണ്. ബർത്ത്ഡേയുടെ തന്നെ ടേസ്റ്റും ഇല്ല, സ്മെല്ലും ഇല്ല, അങ്ങനത്തെ തീരെ വയ്യായിരുന്നു. അപ്പൊ അതാണ് കേട്ടോ എന്റെ റീസൺ. അപ്പൊ വേറെ ഡ്രസ്സ് കൂടാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏതായാലും നമ്മുടെ എയർ ഫ്രയർ പരിചയപ്പെടാം. എയർ ഫ്രയറിന്റെ ബോക്സ് ഒക്കെ കാണിക്കൂ. ഇത് ഏതാണ് എയർ ഫ്രയറിന്റെ കമ്പനി? ഇംബെക്സിന്റെ എയർ ഫ്രയർ ആണ്. 2 വർഷം വാറണ്ടി, 1200 വാട്ട്, 4.5 ലിറ്റർ, C വാട്ട്സ് കുക്കിംഗ്, ഓയിൽ ഫ്രീ കുക്കിംഗ്. ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല, നമ്മുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ചേച്ചി യൂസ് ചെയ്യുന്നുണ്ട് അവിടെ. നമ്മുടെ ഓവൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു ദിവസം സംസാരത്തിൽ എന്നോട് ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ എയർ ഫ്രയറിനെ കുറിച്ച് സംസാരിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ ഇല്ലാത്തൊരു ഐറ്റം ചേച്ചി കണ്ടുപിടിച്ച് തന്നതാണ് ഈ സംഭവം. അടിപൊളിയാന്ന് പറയണം. അപ്പൊ എന്തായാലും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എയർ ഫ്രയറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. എന്തായാലും നമ്മുടെ ചാനലിൽ കുക്കിംഗ് കാര്യങ്ങളിൽ ഇനി ഇവനും കൂടി ഉണ്ടാവും. ഇതിപ്പോ എവിടെ വെക്കണം എന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. ചേട്ടൻ തോന്നുന്നു ഇവിടെ വെക്കണം തോന്നണ. ഇതിന്റെ സ്ക്രീൻ മുകളിലാ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കാണിക്കാം. സ്റ്റീവ് ആണെങ്കിൽ ഇല്ലില്ല, നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇതിൽ കണ്ടപ്പോ തുടങ്ങി എനിക്ക് ഫ്രഞ്ച് ഫ്രൈസ് വേണം പറഞ്ഞോണ്ടിരിക്കാം. ഫ്രീ ഹോം സർവീസ്. അടിയിന്ന് ഇരിക്കുവോ? വെയിറ്റ് ഇല്ല, അധികം വെയിറ്റ് ഒന്നുമില്ല, ലൈറ്റ് വെയിറ്റ് ആണ്. ഇതാണ് നമ്മുടെ ഇംബെക്സ് കാർഡ്ബോർഡ് എടുത്ത് തെർമോക്കോൾ. നമ്മൾ വിചാരിക്കണം കൊള്ളാല്ലേ? അതും കൂടി തരും ഇങ്ങോട്ട്. അപ്പൊ നമുക്ക് ഇവിടെ വെക്കാന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ വെക്കാല്ലേ? അവിടെ അല്ല, അങ്ങോട്ട് ഇവിടേക്ക് വെക്ക, അല്ലെങ്കിൽ പ്രഷറൊക്കെ നല്ല അങ്ങോട്ട് കയറ്റി വെക്കുക. ശരി. അപ്പൊ ഇത് മിക്സിമേന്നൊക്കെ തെറിക്കും. മിക്സിന്ന് തെറിക്കുവോ? അതിന് മിക്സിന്ന് തെറിച്ചിട്ടില്ല ഇതുവരെ. ആണോ? എന്നാലും വെള്ളം നമ്മൾ നേരെ കൊണ്ടുവയ്ക്കുമ്പോ വെള്ളമൊക്കെ ആവില്ലേ? ഇതിനുള്ള ലൊക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കണം.
നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അപ്പൊ എന്തായാലും നമ്മുടെ എയർ ഫ്രയർ ഇങ്ങനെ ഓപ്പൺ ചെയ്ത്, പക്ഷെ ഇതിൽ കുറെ ആൾക്കാരെ ഇങ്ങനെ എന്നിട്ട് സിലിക്കോണിന്റെ പാത്രവും മറ്റേ സാധനം ഒരു പേപ്പർ അതൊക്കെ വെച്ചിട്ട് കുക്ക് ചെയ്യണ കണ്ടിട്ടുണ്ട്. മറ്റേ ഓയിൽ പേപ്പർ, എന്റെ പേപ്പറിന്റെ പേര് അയ്യോ മറന്നുപോയല്ലോ. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. മറ്റേ പേപ്പർ, ഒരു വെള്ള പേപ്പർ. അപ്പൊ എന്താ ഇവര് ഇതിന്റെ കൂടെ തരാത്ത? അത് വെക്കരുതെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഒരു സാധനം വെക്കരുത്. ഇത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഇതിന്റെ മുകളിൽ വേണം നമ്മൾ വെക്കേണ്ട കുക്ക് ചെയ്യാൻ. ഇപ്പൊ കോഴിയാണെന്നുണ്ടെങ്കിൽ കോഴിനെ ഇതിന്റെ മുകളിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ഇതിന്റെ ഉള്ളിലേക്ക് വീടില്ലേ? ഇതിന്റെ ഉള്ളിലേക്ക് വീടായിരിക്കും അല്ലേ? തുടച്ചെടുക്കണം. അതെനിക്കറിയില്ല. ഞാൻ പല വീഡിയോയിലും ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇത് അടഞ്ഞു പോയി, ഈ ഹോൾ ഉണ്ടല്ലോ, ഈ ഹോൾ അടഞ്ഞു പോയി. നമ്മളിപ്പോ സിലിക്കോണിന്റെ എന്തെങ്കിലും പാത്രം ഇവിടെ വെച്ചാൽ ഈ ഹോളൊക്കെ അടഞ്ഞു. പിന്നെ ഈ സൈഡിലങ്ങ് 1-2 കിട്ടിയാൽ അത്രേ ഉള്ളൂ. അപ്പൊ ഇത് ചൂടാവാനും സമയം എടുക്കും. അതുപോലെ തന്നെ അത് മീൻസ് അത് റോങ് ആണ്, അത്രേ ഉള്ളൂ. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ആൾക്കാര് കുറെ ആൾക്കാർ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോ വീഡിയോസിലൊക്കെ ചെയ്യുന്നപ്പോ റോങ് ആൾക്കാർ പ്രചരിപ്പിക്കും. എന്ത് അങ്ങനെ എനിക്കറിയില്ല. പ്രൊഡക്റ്റുകള് നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ പറയണേ. എന്തായാലും ഓണാക്കി നോക്കട്ടെ. ഉദ്ഘാടനം. ദൈവമേ, ഞാൻ ഉദ്ഘാടിക്കണം. വേണ്ട, നീല അടിച്ചോ. ഇത് കാണിച്ചില്ലല്ലോ. ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. ഇതൊന്നും കാണാനില്ല. ഓണാക്കി തന്നെ വന്നായിരുന്നു. ഓഫ് ചെയ്തൊന്നും കൂടി പവറിന്റെ ലൈറ്റിന് കളറില്ലല്ലോ. ഞെക്കിയല്ലോ. ഓഫ് ചെയ്തിട്ടൊന്ന് മാനുവലൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാ. ഇവിടെ കൊറേ ഐറ്റംസ് വന്നു. ഞെക്കി പിടിച്ചോക്കടി. ദേ ഫിഷിന്റെ പടം കാണിച്ചിട്ടുണ്ട്, ബർഗറിന്റെ പടം കാണിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ടെമ്പറേച്ചർ കൂട്ടാൻ കുറയ്ക്കാം, ടൈം വയ്ക്കാം, ബുക്ക് എന്തിട്ടൊക്കെ ചെയ്യാന്ന്. സ്ക്രീൻ ഇങ്ങോട്ടുണ്ടാ? ഇല്ല, പിന്നെ മൊബൈലാണല്ലോ. ടൈം ഇങ്ങനെ കൂട്ടാൻ കുറയ്ക്കാം. അത്രയ്ക്കും വേണ്ടായിരുന്നു. ഇത് ഓഫ് ചെയ്യുന്ന പക്ഷെ പവർ വർക്ക് ചെയ്യണല്ലേടാ. ടൈം ഇങ്ങനെ മാറ്റാം, ടെമ്പറേച്ചർ ഇങ്ങനെ മാറ്റാം. ഇല്ല, ഇങ്ങനെ മാറ്റാൻ പറ്റില്ല. ടൈം മാറ്റാം. കൊച്ചങ്ങളൊക്കെ അപദേശം ഇങ്ങനെ പെട്ടെന്ന് ഞെക്കണ്ടാ വെച്ചിട്ടാക്കി ലോങ് പ്രസ് കൊടുത്തേക്കുന്നത്. അപ്പൊ ചേച്ചിക്കും കുടുംബത്തിനും നന്ദി, നമസ്കാരം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയണേ. ഇംപാക്സ്